നമസ്കാരം. ദൈവമുണ്ടോ? ദൈവമില്ലയോ? ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവം ഏത് രൂപത്തിലാണ്? ഏത് ഭാവത്തിലാണ്? ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ നിറം, ആകൃതി, പ്രകൃതി ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ ദൈവവിചാരം, ദൈവചിന്ത, സന്ധ്യാദീപം, സന്ധ്യാനാപം ചൊല്ലുക, തുളസിമഠം, തുളസി കതിർ ചൂടുക എന്നുള്ള ആ നേരത്തെയുള്ള കാലത്തെ ആ സമ്പ്രദായം, അല്ലെങ്കിൽ രാവിലെ കുട്ടികളൊക്കെ രാവിലെ ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോയിട്ട് സ്കൂളിലൊന്ന് പോവുക, ഒരു വിശ്വാസം, ഒരു ആങ്കർ. എങ്ങനെയാണ് ഒരു കപ്പൽ അതിന് നങ്കൂരമിട്ട് കടൽ ഒഴുകിപ്പോവാതെ നിർത്തുന്നത് എന്നതുപോലെ ഒരു സൈക്കോളജിക്കൽ ഇഫക്റ്റ്, വിശ്വാസം അല്ലെങ്കിൽ ദൈവഭയം, ദൈവവിചാരം, അത് സത്യത്തിൽ മനുഷ്യന് ആവശ്യമാണ്. വിശ്വാസം ഒരാവശ്യമാണ്. അത് അന്ധവിശ്വാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായിട്ടും ഇന്ന് കുട്ടികളിൽ ധാരാളം പേർ, കൊറോണയ്ക്ക് മുന്നും കൊറോണയ്ക്ക് ശേഷം ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരവും ദുർവിനിയോഗവും, കുട്ടികളിൽ അമിതമായിട്ടുള്ള ആസക്തികൾ, ഇപ്പം നമ്മൾ നിത്യേന ഇപ്പം സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്നതായിട്ടുള്ള ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, അല്ലെങ്കിൽ ഒരുപാട് അക്രമ കാര്യങ്ങൾ, വയലൻസ്, ഗെയിംസ്, ഇതിനെല്ലാം കാരണം നമുക്ക് ഇന്നത് എന്ന് മാത്രം ഇനി ആരെയും പഴിചാരിയിട്ടോ കുറ്റപ്പെടുത്തിയിട്ടോ വിമർശിച്ചിട്ടോ അർത്ഥമില്ല. തീർച്ചയായിട്ടും വിശ്വാസം വളരെ അത്യാവശ്യമാണ്. അതൊരു അടുക്കും ചിട്ടയും ഒരു സിസ്റ്റം, ഒരു ചടങ്ങ് എന്നത് മറ്റ് ആര് എന്തൊക്കെ വിശ്വാസത്തെ വിമർശിച്ചാലും നിന്ദിച്ചാലും കുറ്റം പറഞ്ഞാലും കളിയാക്കിയാലും ഒക്കെയും വിശ്വാസം വേണം മനുഷ്യന്. അത് കുഞ്ഞു പ്രായം മുതൽ തന്നെ അതിൻ്റേതായ ആ ഒരു പവിത്രത, പരിഭാവനത, ആ സംസ്കാരം, സംസ്കൃതി ആവശ്യമാണ് മനുഷ്യന്. നന്ദി.